എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേട്ടറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഏപ്രിൽ 3 വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമേ തന്നെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സർവീസിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. 20/7/2011 ശേഷം നിയമിതരായ സർക്കാർ സ്കൂൾ അധ്യാപകരിലും 1/8/2012 മുതൽ 2019-20 വരെ നിയമിതരായ എയ്ഡഡ് അധ്യാപകരിലും കേട്ടറ്റ് യോഗ്യത നേടാതെ സർവീസിൽ തുടരുന്നവർക്കാണ് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 19/4/2025. അപേക്ഷകർ വെരിഫിക്കേഷനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ട തീയതി 23 മുതൽ 30/4/2025 വരെയുമാണ്. വെബ്സൈറ്റിൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി 20/5/2025 ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിജ്ഞാപന പ്രകാരം ഒരാൾക്ക് ഒരു കാറ്റഗറിയിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. കൂടാതെ അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 1000 രൂപയും SC/ST ഭിന്നശേഷി തുടങ്ങിയ വിഭാഗങ്ങൾക്ക് 750 രൂപയായും നിജപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി catet.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുന്ന അധ്യാപകർ ഓൺലൈൻ വെരിഫിക്കേഷനായിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാകേണ്ടതുണ്ട്. ഈ മാസം 23-നും 30-നും ഇടയിലാണ് ഇതിനായി സമയം നൽകിയിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ വെരിഫിക്കേഷനായി പോകുമ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഫിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക വിജ്ഞാപനത്തിൻ്റെ അവസാന പേജിൽ നൽകിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അവസാനമായി നമുക്ക് പരീക്ഷാ തീയതികൾ കൂടെ നോക്കാം. കാറ്റഗറി 1-ന് 29/5/2025 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെയും കാറ്റഗറി 2-ന് അന്നേ ദിവസം 2 മണി മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. കാറ്റഗറി 3-ക്ക് 30/5/2025 വെള്ളിയാഴ്ച 10 മണി മുതൽ 12:30 വരെയും കാറ്റഗറി 4-ന് അന്നേ ദിവസം 2 മണി മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. അപ്പോൾ ഇത്രയുമാണ് പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. എല്ലാവർക്കും താങ്ക് യു. ഈ എക്സാമിന് ഷോർട്ട് വേയോടൊപ്പം പഠിക്കാം.